ഹലോ ഗൈസ്, കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ അല്ലെങ്കിൽ മറ്റേത് ഇന്ത്യൻ സംസ്ഥാനത്തെയോ തെരഞ്ഞെടുപ്പിനേക്കാൾ നമ്മുടെ രാജ്യം ഉറ്റുനോക്കിയിരുന്നത് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പാണ്. അതിപ്പോൾ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞാനും കുറച്ച് കൂടുതൽ എക്സൈറ്റഡ് വെസ്റ്റ് ബംഗാളിലെ റിസൾട്ട്സ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മളെ അത്രമാത്രം വിഷമിപ്പിക്കുകയും അല്ലെങ്കിൽ ആശങ്കാകുലരാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് എത്ര ചീപ്പ് ലെവലിലേക്കും താഴാൻ ഒരു ഭരണാധികാരിക്ക് കഴിയും, അതും ഒരു സ്ത്രീക്ക് കഴിയും എന്ന് തെളിയിച്ച സംഭവ വികാസങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഇൻഹരിയർ നഗറിൽ ഒരു ട്രോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ഈ തള്ളക്ക് പ്രാന്താടാന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ട്രോൾ ഉണ്ടല്ലോ, അത് എനിക്ക് വരെ തോന്നിയിട്ടോ വളരെ ആപ്റ്റായിട്ട്. റിസൾട്ട് വന്നിട്ട് അത് അംഗീകരിക്കാൻ തയ്യാറാവാണ്ട് ഞാൻ അധികാരം ഈ കസേര വിട്ടു തരില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച ഒരാൾ അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴേ ഇവര് ട്രംപിന് പഠിക്കുകയാണോ എന്ന് ഒരു നിമിഷം ഞാനൊന്ന് ആലോചിച്ചു പോയിട്ടോ. എന്തായാലും വെസ്റ്റ് ബംഗാളിൽ ശക്തമായിട്ട് ഗ്രൗണ്ട് വർക്കും എല്ലാം ചെയ്ത് അധ്വാനിച്ച് കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട് BJP-ക്കാർ കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഫലം കണ്ടു. അവർ മിന്നുന്ന വിജയം കൈവരിച്ചിരിക്കുകയാണ് വെസ്റ്റ് ബംഗാളിൽ. ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് മമതാ ബാനർജിയെ തെറിവിളിച്ച് നടന്ന രാഹുൽ ഗാന്ധി റിസൾട്ട് വന്നതിന് ശേഷം പ്ലേറ്റ് നേരെ മറിച്ചു വെച്ചു. വോട്ട് ചോരി ആരോപണമായിട്ട് വന്നിട്ടുണ്ട്. അത് അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, കേരളത്തിലൊന്നും ഇല്ല. അത് പണി എടുക്കേണ്ട സമയത്ത് എടുക്കണം. അതല്ലാതെ റിസൾട്ട് വരുമ്പോൾ അയ്യോ പറ്റിച്ചേ ഫൗൾ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. SIR എങ്ങനെ നടപ്പാക്കും എന്ന് ആലോചിച്ച് പകച്ചിരുന്ന അമിത്ഷായുടെയും മോദിയുടെ മുന്നിലേക്ക് വോട്ട് ചോരിയും കൊണ്ട് വന്ന രാഹുൽ ഗാന്ധി ചെയ്തത് അവർ പോലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു വലിയ സഹായമാണ്. അതോടുകൂടി SIR-ന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെയാണ് ബംഗാളിൽ പതിയെ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ആൾക്കാർ, നമ്മുടെ മമതാ ബാനർജി വോട്ട് ബാങ്ക് ആയിട്ട് അവിടെ കൊണ്ട് പാർപ്പിച്ചിരുന്ന പലരും അതോടുകൂടി പുറത്തായി. അങ്ങനെ തന്നെ BJP-ക്ക് പതുക്കെ അവരുടെ സ്വാധീനം അവിടേക്ക് ഉറപ്പിക്കാനും കഴിഞ്ഞു. അല്ല, അങ്ങേരെ ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ചില BJP-ക്കാര് പറഞ്ഞു നടക്കുന്ന പോലെ കോൺഗ്രസ് പാർട്ടിയിലുള്ള BJP-യുടെ ദുരന്തറാണോ ഈ പറയുന്ന കക്ഷി എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. പിന്നെ വെസ്റ്റ് ബംഗാൾ ഇതുവരെ കാണാത്ത നമ്മുടെ മലയാളം മാപ്രകളൊക്കെ ഇനി കുറച്ച് നാള് കൽക്കത്തയിൽ തന്നെ പെറ്റുകിടക്കുകയായിരിക്കും എന്നുള്ളൊരു വാർത്തയും കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ 5-8 വർഷമായിട്ട് ബംഗാളിലും ബംഗ്ലാദേശിലും നടക്കുന്ന അക്രമങ്ങളും അനീതിയും സ്ത്രീപീഡനങ്ങളും ഒന്നും കാണാത്ത ക്യാമറ കണ്ണുകൾ ഇനി വെസ്റ്റ് ബംഗാളിൽ തന്നെ തപസ്സിരിക്കുകയായിരിക്കും, എവിടെങ്കിലും എന്തെങ്കിലും അനങ്ങുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിലേ കേരളത്തിൽ BJP-യെ വളർത്തുന്നത് BJP-ക്കാരേക്കാൾ കൂടുതൽ മലയാളം മാപ്രകളാണെന്നാണ് എൻ്റെ ഒരു ഇത്. വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കരനെ ഞാനങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, അത് തന്നെ കാര്യം. അപ്പൊ എന്തായാലും വെസ്റ്റ് ബംഗാളിൽ മിന്നുന്ന വിജയം കൈവരിച്ച BJP-ക്ക് എൻ്റെ അനുമോദനങ്ങൾ. ഇനിയെങ്കിലും വെസ്റ്റ് ബംഗാളിലെ ജനങ്ങൾക്ക് സമാധാനമായും സന്തോഷമായും ജീവിക്കാൻ കഴിയട്ടെ, വെസ്റ്റ് ബംഗാളിൽ സമ്പൽ സമൃദ്ധി നിറയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.